ന്യായാധിപന്മാർ 11-ാം അധ്യായം. ഗിലിയാദുകാരനായ ജാപ്ത ശക്തനായ സേനാനിയായിരുന്നു, പക്ഷേ അവൻ വേശ്യാപുത്രനായിരുന്നു. ഗിലാദായിരുന്നു അവൻ്റെ പിതാവ്. ഗിലാദിന് സ്വഭാവത്തിലും പുത്രന്മാരുണ്ടായിരുന്നു. അവർ വളർന്നപ്പോൾ ജപ്തായെ പുറന്തള്ളി പറഞ്ഞു, ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കാൻ പാടില്ല, നീ അന്യസ്ത്രീയുടെ മകനാണല്ലോ. അപ്പോൾ ജപ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി തോബ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ചു. ഈ ഒരു നീചസംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്തു നടന്നിരുന്നു. അക്കാലത്താണ് അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിനിറങ്ങുന്നത്. അപ്പോൾ ഗിലായിയുടെ ശ്രേഷ്ഠന്മാർ ജപ്തായെ തോബ് ദേശത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയി. അവർ ജപ്താവിനോട് പറഞ്ഞു, അമ്നോനുമായുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ സഹായിക്കണം. ജപ്ത ഗിലായിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ? അവിടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ? ശ്രേഷ്ഠന്മാരോട് ജപ്ത പറഞ്ഞു, നീ ഞങ്ങളുടെ കൂടെ വന്ന് അമ്മോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിനും ഗിലിയാദ് നിവാസികളായ എല്ലാവരുടെയും നേതാവായിരിക്കുന്നതിനും തന്നെയാണ് ഞങ്ങൾ നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. ജപ്ത അവനോട് പറഞ്ഞു, അമ്മോന്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോവുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകും. ശ്രേഷ്ഠന്മാർ പ്രതിവചിച്ചു, കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ, നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും. തീർച്ച അവൻ ഗിലായിയുടെ ശ്രേഷ്ഠന്മാരോടുകൂടെ പോയി ജനം അവനെ നേതാവായി സ്വീകരിച്ചു. മിസ്പായിൽ കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് ജപ്ത ജനങ്ങളോട് സംസാരിച്ചു. ജപ്ത ദൂതന്മാരെ അയച്ച് അമ്നോൻ രാജാവിനോട് ചോദിച്ചു, നീ എൻ്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം? അമ്മോന്യ രാജാവ് ജപ്തായുടെ ദൂതന്മാരോട് പറഞ്ഞു, ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ അർമ്മോൻ മുതൽ യാക്കൂബ് വരെയും ജോർദാനും വരെയുള്ള എൻ്റെ സ്ഥലം കൈവശപ്പെടുത്തി. അതിനാൽ യുദ്ധം കൂടാതെ എനിക്ക് തിരിച്ചെടുക്കണം. ജപ്ത വീണ്ടും ദൂതന്മാരെ അയച്ച് അമ്മോന്യ രാജാവിനോട് പറഞ്ഞു, ജപ്ത ഇതാ ഇങ്ങനെ അറിയിക്കുന്നു, അമ്മോന്യരുടെയോ ദേശം ഇസ്രായേൽ കൈയടക്കിയില്ല. അവർ ഈജിപ്തിൽ നിന്ന് വരും വഴി മരുഭൂമിയിലൂടെ ചെങ്കടൽ വരെയും അവിടെ നിന്ന് കാദേശ് വരെയും എത്തി. ഇസ്രായേൽ വന്ന് ഏദോം രാജാവിനോട് ദൂതൻ വഴി നിന്റെ ദേശത്തുകൂടെ കടന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു. പക്ഷേ അവൻ സമ്മതിച്ചില്ല. മോവാബ് രാജാവിനോടും അവർ ആളയച്ച് പറഞ്ഞു, അവരും സമ്മതിച്ചില്ല. അതിനാൽ ഇസ്രായേൽ കാദേശിൽ തന്നെ താമസിച്ചു. അവർ മരുഭൂമിയുടെ യാത്ര ചെയ്തു. ഏതാമും മോവാബും ചുറ്റി മൊവാബിന് കിഴക്കെത്തി അർമ്മോൻ്റെ മറുകരയിൽ താവളമടിപ്പിച്ചു. മൊവാബിൽ നിന്ന് അവർ പ്രവേശിച്ചതേയില്ല. മൊവാബിൻ്റെ അതിർത്തി ആർണോനാണല്ലോ. ഇസ്രായേൽ ഹേഷ്ബോണിയ അമ്മോന്യ രാജാവിൻ്റെ സീൻലൂൻ അടുക്കൽ ദൂതന്മാരെ അയച്ച് നിങ്ങളുടെ ദേശത്തുകൂടെ ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു. എന്നാൽ തൻ്റെ ദേശത്തുകൂടെ ഇസ്രായേലിനെ കടത്തിവിടാൻ സീഹോന് വിശ്വാസം വന്നില്ല. മാത്രമല്ല, സീഹോൻ ജനങ്ങളെല്ലാം ഒന്നിച്ചുകൂടി യാഹൂഷിൽ താവളമടിച്ച് ഇസ്രായേലിനോട് പൊരുതി. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് സീഹോനെയും അവരുടെ ജനത്തെയും ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇസ്രായേൽക്കാരെ പരാജയപ്പെടുത്തി ആ സ്ഥലത്ത് താമസിച്ചിരുന്ന അമ്മോന്യരുടെ ദേശം അവർ പിടിച്ചെടുത്തു. ആർണോൺ മുതൽ ജോബാക്കു വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുള്ള അമ്മോന്യരുടെ ദേശം മുഴുവൻ കൈവശപ്പെടുത്തി. അങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തന്നെ തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് അമ്മോന്യരെ തുരത്തിയിരിക്കെ നീ അവ കൈവശമാക്കുവാൻ പോകുന്നു.
ദൈവമായ കെമോഷ് നിനക്ക് തരുന്നത് നീ കൈവശം വയ്ക്കുന്നില്ലേ? ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് വിളിച്ച് തരുന്നതൊക്കെ ഞങ്ങൾ കൈവശമാക്കും. മോവാബ് രാജാവായ സിപ്പോയിയുടെ പുത്രൻ ബലാഖിയോൻ ശ്രേഷ്ഠനാണോ നീ? എപ്പോഴെങ്കിലും ഇസ്രായേലിനെ എതിർത്തിട്ടുണ്ടോ? അവർക്കെതിരെ യുദ്ധത്തിന് ഇറങ്ങിയിട്ടുണ്ടോ? ഇസ്രായേൽ കെമോഷിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അമോനിലും അവൻ്റെ ഗ്രാമങ്ങളിലും ആർണോൻ ദേശത്തുള്ള എല്ലാ പട്ടണങ്ങളിലും 300 വർഷം താമസിച്ച കാലത്ത് നീ എന്തുകൊണ്ട് അവ വീണ്ടെടുക്കുന്നില്ല? ആകയാൽ ഞാൻ നിന്നോട് ഒരു അപരാധവും ചെയ്തിട്ടില്ല. ആ നിലയിൽ എന്നോട് യുദ്ധം ചെയ്യുന്നത് തെറ്റാണ്. ന്യായാധിപനായ കർത്താവ് ഇസ്രായേലിൽക്കും അമോന്യർക്കും ഇടയിൽ നിന്ന് ന്യായവിധി നടത്തട്ടെ. എന്നാൽ ഈജിപ്തുകാരുടെ ജപ്തായുടെ സന്ദേശം ആനോൻ രാജാവ് വകവച്ചില്ല. കർത്താവിൻ്റെ ആത്മാവ് ജപ്തായുടെ മേൽ ആവസിച്ച് അവൻ ഗിലാദ്, മനാസെ എന്നിവയിൽ കൂടി ഗിലായുടെ മിസ്പായിൽ കൂടെ കടന്ന് അമോന്യരുടെ ദേശത്ത് പോയി. ജപ്താ ദേശത്ത് കർത്താവിന് ഒരു നേർച്ച നേർന്നു. അങ്ങ് അമോന്യരെ എൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നെങ്കിൽ ഞാൻ അവനെ തോൽപ്പിച്ച് ജേതാവായി തിരികെ ചെല്ലുമ്പോൾ എന്നെ എതിരേൽക്കുവാൻ പടിവാതിൽക്കലേക്ക് ആരും വരരുത്. ആദ്യം വരുന്ന ആരായിരിക്കുമോ അവൻ കർത്താവിൻ്റേതായിരിക്കും. ഞാൻ അവരെ ദഹനബലിയായി അവന് സമർപ്പിക്കും. ജപ്ത യുദ്ധം ചെയ്യാൻ അമോന്യരുടെ അതിർത്തി കടന്നു. കർത്താവ് അവനെ കയ്യിലേൽപ്പിച്ചു. ആരോവർ മുതൽ മിന്യർ ദേശം വരെയും അമോന്യം വരെയും 20 പട്ടണങ്ങളിൽ അവൻ അവരെ വകവരുത്തി. വലിയ കൂട്ടക്കൊല നടന്നു. അമോന്യർ ബലാഹത്ത് ഇസ്രായേലിന് കീഴടങ്ങി. ജപ്ത മിസ്പായിലുള്ള തൻ്റെ വീട്ടിലേക്ക് ചെന്നു. അത് അവൻ്റെ മകൾ തപ്പുകൊട്ടി നൃത്തം ചെയ്ത് അവനെ എതിരേൽക്കുവാൻ വരുന്നു. അവൾ അവൻ്റെ ഏക സന്താനമായിരുന്നു. വേറെ മകനോ മകളോ അവനില്ലായിരുന്നു. അവളെ കണ്ടപ്പോൾ അവൻ വസ്ത്രം കീറി പറഞ്ഞു, അയ്യോ മോളെ, നീ എന്നെ ദുഃഖത്തിലാഴ്ത്തിച്ച് എല്ലാം നീ എന്നെ വല്ലാത്ത വിഷമത്തിലാക്കിയിരിക്കുന്നു. ഞാൻ കർത്താവിനോട് വാക്ക് കൊടുത്തുപോയി. നേർച്ചയിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധിക്കുകയില്ല. അവൾ പറഞ്ഞു, പിതാവേ, അങ്ങ് കർത്താവിന് വാക്ക് കൊടുത്തെങ്കിൽ അനുസരിച്ച് എന്നോട് ചെയ്തു കൊള്ളുക. കർത്താവ് ശത്രുക്കളായ അമോന്യരോട് പ്രതികാരം ചെയ്തുവല്ലോ. അവൾ തുടർന്നു, ഒരു കാര്യം എനിക്ക് ചെയ്തു തരണം. സഖിമാരോടൊത്ത് പാർത്തങ്ങളിൽ പോയി എൻ്റെ കന്യത്വത്തെ പ്രതി 2 മാസത്തേക്ക് വിലപിക്കുവാൻ എന്നെ അനുവദിക്കണം. പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് അവൻ 2 മാസത്തേക്ക് അവളെ അയച്ചു. അവൾ പർവ്വതങ്ങളിൽ സഖിമാരോടൊത്ത് താമസിച്ച് തൻ്റെ കന്യത്വത്തെ പ്രതി വിലപിച്ചു. 2 മാസം കഴിഞ്ഞപ്പോൾ പിതാവിൻ്റെ പക്കലേക്ക് തിരികെ വന്നു. അവൾ നേർന്നിരുന്ന പോലെ അവളോട് ചെയ്തു. അവൾ ഒരിക്കലും പുരുഷന്മാരെ അറിഞ്ഞിരുന്നില്ല. ഗിലെയാദ്യനായ ജപ്തായുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും 4 ദിവസം കരയാൻ പോകുന്നത് പതിവായിരുന്നു. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കും.